ആരും ഇവിടെ ഇരുന്നിട്ട് അൻഷാദൊക്കെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കാണ്ടോ. ഇവർക്ക് ഇപ്പം തന്നെയാണ് പണി, വേറൊരു പണി. ഗൈസ്, ഞാൻ കുറേ കാലമായിട്ട് വിചാരിക്കും താട്ടയ്ക്ക് ഒരു ഗിഫ്റ്റ് മേടിക്കണമെന്നുള്ളത്. പക്ഷെ അതിൻ്റെ ഒരു ബഡ്ജറ്റിൻ്റെ ഇഷ്യൂ ആണ്, ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ഏൺ ചെയ്യാനുള്ളൊരു വഴി താട്ടം പറഞ്ഞതുകൊണ്ട് ഈ ആദ്യത്തെ ഗിഫ്റ്റ് താട്ടയ്ക്ക് തന്നെ കൊടുക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഞാനും അമ്മയും കൂടെ പോയി മേടിച്ചൊരു മാലയാണ്. അപ്പോൾ നമുക്കത് താട്ടയ്ക്ക്. നമ്മുടെ മല്ലു ഫാമിലി ഇപ്പോൾ പുതിയ ഒരു ഉടായിപ്പുമായിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നത് ഒരു വാർത്തയാണ്. പണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിരുന്ന ഒരു ചാനലായിരുന്നു ഇവരുടേത്. ഭയങ്കര വ്യൂസൊക്കെ ആയിരുന്നു ഇവർക്ക് ആദ്യം വന്നുകൊണ്ടിരുന്നത്. ദാരിദ്ര്യമൊക്കെ പറഞ്ഞ് വ്യൂസ് ഉണ്ടാക്കിയതെന്നാണ് പൊതുവെ പറഞ്ഞ് കേൾക്കുന്നത്. പണ്ടത്തെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം, 1 ലക്ഷത്തിന് താഴെ വ്യൂസ് ഉള്ള ഒരു വീഡിയോ പോലും കാണാൻ സാധിക്കില്ല. അത്രയ്ക്ക് റീച്ചും അപാര വരുമാനവുമായിരുന്നു ഇവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. വരുമാനം കൂടി അഹങ്കാരവും കൂടി ആളുകളൊക്കെ ഇവരുടെ വീഡിയോ കാണാതായി. ചാനലിൻ്റെ റീച്ചൊക്കെ പതുക്കെ പതുക്കെ കുറയാനായിട്ട് തുടങ്ങി. അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ അവർ ഓരോരോ പുതിയ പരിപാടികളും കൊണ്ടുവരാനായിട്ട് തുടങ്ങി. പൊന്നൂസ് വീട്ടിലേക്ക് പോയ കാഴ്ച എന്നൊരു വീഡിയോ ഉണ്ടാക്കി അതിനൊരു അടിപൊളി തമ്പനയിലൊക്കെ ഇട്ടു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ആൾക്കാർക്കൊരു ക്യൂരിയോസിറ്റിയൊക്കെ തോന്നി, ഒന്ന് ചാനലിൽ നോക്കി കണ്ടു കളയാമെന്ന് പറഞ്ഞ്. അപ്പോൾ വല്ല ഡൈവേഴ്സ് വല്ലതും ആയി കാണുമോ എന്നൊക്കെ ചിന്തിച്ചാണ് പലരും ചാനലിൽ കയറി നോക്കിയത്. ആൾക്കാർക്ക് ആദ്യം മനസ്സിലായില്ല എന്താണ് സംഭവം എന്ന്. തമ്പനയിലൊക്കെ കണ്ട് അതിൽ ക്യൂരിയസ് ആയിട്ട് ആണ് അവർ ചാനലിലോട്ട് കയറി നോക്കിയത്. പിന്നീട് ചിന്തിച്ച് നോക്കിയപ്പോഴേക്കും ആൾക്കാർക്ക് മനസ്സിലായി ഇത് ഡൈവേഴ്സ് ഒന്നും ആയിട്ടില്ല, ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞ് നടക്കുകയാണ് എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതോടെ പഴയതിലും വ്യൂസ് അങ്ങനെ കുത്തനെ താഴോട്ട് പോകുവാനായിട്ട് തുടങ്ങി. അപ്പോൾ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നാണ് ഇവർ പറഞ്ഞു നടക്കുന്നതെന്ന് എല്ലാവരും പതുക്കെ പതുക്കെ അറിയാനായിട്ട് തുടങ്ങിയത്. കാരണം പണ്ടൊക്കെ 1 ലക്ഷം 2 ലക്ഷം 5 ലക്ഷം ഒക്കെ വ്യൂസ് കിട്ടിയിരുന്ന ഇവരുടെ ചാനലിലെ വ്യൂസ് വന്നിട്ട് 10,000 വല്ലപ്പോഴും 20,000 50,000 ഒക്കെ ആയിട്ട് കുറഞ്ഞു. അപ്പോൾ ഇതാണ് അവസ്ഥ. പണ്ട് കിട്ടിയതിനേക്കാളും 10 ഇരട്ടിയിലധികം വരുമാനം അവർക്ക് കുറയുകയും ചെയ്തു. ഇവർ കാണിച്ചു വന്ന ഉടായിപ്പൊക്കെയാണ് ഇതിന് കാരണം. അപ്പോൾ ഇത് അവർ അംഗീകരിക്കാനായിട്ട് തയ്യാറായതുമില്ല. പോകെ പോകെ ഉടായിപ്പുകളൊക്കെ കാണിച്ചിട്ട് വ്യൂസ് കൂടാൻ ഒന്നും നടക്കുന്നില്ല, നോക്കിയ വഴികളൊന്നും പറ്റുന്നില്ല എന്ന് തോന്നിയത് കൊണ്ടാവും അവർ വേറെ പല പല പുതിയ ഉടായിപ്പുകളുമായിട്ട് രംഗത്തിറങ്ങി. സംഭവം വന്നിട്ട് സൂരജിൻ്റെ സഹോദരി കുഞ്ചൂസ് കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. ഞാൻ കുറേ കാലമായിട്ട് വിചാരിക്കും താട്ടയ്ക്ക് ഒരു ഗിഫ്റ്റ് മേടിക്കണമെന്നുള്ളത്. പക്ഷെ അതിൻ്റെ ഒരു ബഡ്ജറ്റിൻ്റെ ഇഷ്യൂ ആണ്, ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ഏൺ ചെയ്യാനുള്ളൊരു വഴി താട്ടം പറഞ്ഞതുകൊണ്ട് ഈ ആദ്യത്തെ ഗിഫ്റ്റ് താട്ടയ്ക്ക് തന്നെ കൊടുക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഞാനും അമ്മയും കൂടെ പോയി മേടിച്ചൊരു മാലയാണ്. അപ്പോൾ നമുക്കത് പണ്ട് ഇൻസ്റ്റാ അക്കൗണ്ടിലൊക്കെ നോക്കിയപ്പോൾ ഇതുപോലെയുള്ള ഒരു മാല കാണാനായിട്ട് സാധിച്ചു. അത് കഴുത്തിലിട്ടിരിക്കുന്ന മാലയുടെ ലോക്കറ്റ് മാറിയതുപോലെയുണ്ട്. ഇത്രയും കാലം കുഞ്ചൂസ് വന്നിട്ട് വലിയ ഉടായ്പൊന്നും കാണിച്ചിരുന്നില്ല എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. ഈ 2 പേരും ഇതൊക്കെ കാണിക്കുന്നത് ചാനലിൻ്റെ റീച്ച് കൂട്ടാനായിട്ടുള്ള പുതിയ തട്ടിപ്പ് ആണെന്നാണ് പൊതുവെയുള്ള സംസാരം. ബാക്കി കൂടെ കുറച്ച് കണ്ടിട്ട് വരാം. അപ്പോൾ ഗൈസ്, ഞാൻ വന്നപ്പോൾ തന്നെ ഷാക്കിറും താട്ടനും എല്ലാവരും ഇവിടെ ഇരുന്നിട്ട് അൻഷാദൊക്കെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കാണ്ടോ. ഇവർക്ക് ഇപ്പം തന്നെയാണ് പണി, വേറൊരു പണിയില്ല. പിന്നെ ഞാൻ താട്ടയ്ക്ക് മറ്റപ്പോൾ താട്ടം നിൽക്കടി ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് താട്ടൻ എന്നാൽ വല്ലാണ്ട് അപ്പം മനസ്സു ഗൈസ്. പിന്നെ ഞാൻ ഓർക്ക് അവൻ വേണ്ടിയിട്ട് അല്ലേന്ന് വെച്ചാൽ കൊടുത്തു. അവൻ അവിടെ കാശ് ഉണ്ടാക്കിയ കഥ പറയാറുണ്ട് എൻ്റെ അടുത്ത്. അവനത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാര്യം അവൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുക്കും. പിന്നെ ബെറ്റിംഗ് ആപ്പ് വെച്ചിട്ടുള്ള പുതിയ പുതിയ പരിപാടികളും ഒക്കെ ആയിട്ടാണ് ഇവർ രംഗത്തിറങ്ങിയത്. കാരണം സാധാരണ ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഇതുണ്ടാക്കുന്നവർ വന്നിട്ട് ചാനൽക്കാർ ക്രിയേറ്റേഴ്സിനടുത്ത് നല്ലൊരു തുക വാഗ്ദാനം ചെയ്യാറുണ്ട്. 2 ലക്ഷം 3 ലക്ഷമൊക്കെ അതുപോലുള്ള നല്ല തുക കൊടുത്ത് കാണണം. കാരണം ഇതൊക്കെ കിട്ടാതെ ഇതുപോലുള്ള വീഡിയോസൊന്നും ആരും പ്രൊമോട്ട് ചെയ്യാറില്ല. അതുപോലെ തന്നെ സൂരജിൻ്റെ ചാനലിലും ഇവരൊരു വീഡിയോ ഇട്ടിരുന്നു, അത് കണ്ടിട്ട് വരാം. വാങ്ങിയത് നമുക്കൊന്ന് കണ്ടാലോ. ലിങ്ക് ഞാൻ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ അതിലും ടച്ച് ചെയ്തിട്ട് നിങ്ങൾ കയറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇന്റർഫേസ് ആണ് വരുന്നത്. പിന്നെ നിങ്ങളുടെ ഫോൺ നമ്പറും പാസ്വേഡും കൊടുത്തിട്ട് നിങ്ങളൊന്ന് രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നിങ്ങൾ ഈ ഒരു സംഭവം കൊടുക്കണം, ലോക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നമുക്കത് ഇങ്ങനെ വരും, അത് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക, അതൊന്ന് ഇൻറ്റു ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വിൻഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ കണ്ടോ, ആ ഒരു ഓപ്ഷന് നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ബിഗ് സ്മാൾ 2 ഓപ്ഷൻ ഉണ്ട്. ഞാൻ ജസ്റ്റ് സ്മാൾ കൊടുത്തിട്ട് 2000 ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എന്താ ലൈവായിട്ട് നമുക്ക് ഇവിടെ ടൈം പോകുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നമുക്ക് എത്ര രൂപ കിട്ടും അല്ലെങ്കിൽ എന്താവും നോക്കാം. നമ്മുടെ 19,000 രൂപയാണ് ഞാൻ കളിച്ചിട്ട് നേടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊരു ഗെയിമാണ്, സ്വന്തം റിസ്കിൽ തന്നെ കളിക്കുക, ലാഭവും നഷ്ടമൊക്കെ ഉണ്ടാവും കേട്ടോ. ഇതൊരു പ്രൊഡിക്ഷൻ ആണ് കേട്ടോ. അപ്പോൾ അതാ എനിക്ക് വന്നിട്ടുള്ളത് സ്മാൾ ആണ്. അപ്പോൾ എനിക്കത് അവിടെ 3,920 രൂപ.
കുറച്ചു കാലം വന്നിട്ട് വ്യൂസ് കൂട്ടാനുള്ള പരിപാടിയായിരുന്നു ബെറ്റിംഗ് ആപ്പും ഗെയിമിംഗ് ആപ്പും ഒക്കെ വെച്ചിട്ടുള്ള പല പരിപാടികളും. മിക്ക ആളുകളും യൂട്യൂബിലൂടെ ഇങ്ങനത്തെ പ്രൊമോ വീഡിയോസൊക്കെ ചെയ്യാറുണ്ട്. ഇതുപോലുള്ള ഗെയിമൊക്കെ കളിച്ചിട്ട് ലക്ഷക്കണക്കിന് രൂപ കടത്തിൽ പോയ ധാരാളം ആളുകൾ ഇന്ന് സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഒരു കുടുംബവും ഇതുപോലെ ഇറങ്ങരുത്. കാരണം പരിചയമുള്ളവരിൽ ചിലർ വന്നിട്ട് ബാങ്കിൽ നിന്നൊക്കെ ലോണൊക്കെ എടുത്തിട്ടാണ് ഇതുപോലുള്ള ഗെയിമിംഗ് ആപ്പിൽ പണമൊക്കെ ഇട്ടിട്ട് ഇത് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ ആദ്യം ചെറിയ എമൗണ്ടൊക്കെ ഇട്ടിട്ടായിരിക്കും കളിക്കുന്നത്. അപ്പോൾ തുടക്കത്തിൽ കുറേ ലാഭങ്ങളൊക്കെ കാണിക്കും. കാരണം അങ്ങനെ കാണിച്ചാലേ ഇത് ആളുകൾ കൂടുതൽ ഇതിലോട്ട് വരികയുള്ളൂ. പിന്നെ കൂടുതൽ പണം ഇടാനും അവർ തയ്യാറാകുകയുള്ളൂ. അങ്ങനെ അവരെ ആളുകളെ ആകർഷിച്ചിട്ട് വലിയ തുകകളൊക്കെ ഇടാനായിട്ട് തുടങ്ങുമ്പോഴേക്കും ഇവരൊക്കെ എന്താ ചെയ്യുന്നത്, ഇട്ട ക്യാഷ് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ചെറിയ ലാഭങ്ങളൊക്കെ കാണിച്ചിട്ട് നമ്മളെ കൊണ്ട് വലിയ തുക ഇടാനായിട്ട് കൊതിപ്പിച്ചിട്ട് അതും കൊണ്ടുപോകും. മല്ലു ഫാമിലി മാത്രമല്ല പല ചാനലുകാരും ഇതുപോലത്തെ വീഡിയോസൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. വയനാടൻ വ്ളോഗറും സുജിത്തും തമ്മിലുള്ളൊരു വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് വരാം. പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ഞങ്ങൾക്ക് പിന്നെ പ്രത്യേകിച്ച് പറയാണ്, ഇത് പൈസ വെച്ചുള്ള കളിയാണ്. സ്വന്തം റിസ്ക് തന്നെ കളിക്കണം. നേരെ നോക്കി കളിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കാൻ പറ്റും. ശരിക്കും ഞാൻ കാണിച്ചു തരാം. എന്റെ അക്കൗണ്ടിലേക്ക് പൈസ ക്രെഡിറ്റ് ചെയ്ത് എന്റെ സ്റ്റേറ്റ്മെന്റ് വരെ കാണിച്ചു തരാം. നോക്കിക്കോ. ഇതാണ് അതിന്റെ അക്കൗണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ കളിച്ചുണ്ടാക്കിയ പൈസ ഉണ്ട്. 88 കുറെ ഉണ്ട്. കുറെ പൈസകളുണ്ട് കണ്ടോ. 460 കുറെ നിങ്ങൾ കൈകളും അത്രയും പൈസ കളിച്ചുണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചുതരാം. ഇനിയിപ്പോ ഉദാഹരണത്തിന് കാണിച്ചുതരാം. നോക്കിയോട്ടെ നിങ്ങൾ. ഞാൻ കാണിച്ചുതരാം. ഇന്റെ വിഡ്രോയില് ഇതിൽ കണ്ടോ, ഇന്നലേക്ക് 6000 റുപ്യ എനിക്ക് എനിക്ക് കയറിയിട്ടുണ്ട്. 18,876 റുപ്യ കയറിയിട്ടുണ്ട്. ഇതെന്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയി എന്റെ മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. കണ്ടോക്കി. ലക്ഷങ്ങൾ തന്നെ കൈവിട്ട് പോയിട്ട് മുടിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയിലാണ് പലരും ഇതിൻ്റെ പിറകെ പോയിട്ട്. അപ്പോൾ ആദ്യമൊക്കെ 3000 കിട്ടി, 5000 കിട്ടി, 10000 കിട്ടി, ഇങ്ങനെ കിട്ടിയെന്നൊക്കെ ഉള്ള വാർത്തകൾ അത് കണ്ട് അവർ കൂടുതൽ ഇങ്ങനെ ആവേശം പോലെ ഈ കുതിര കച്ചവടമൊക്കെ പോലെ കൂടുതൽ ഇടാനായിട്ട് തുടങ്ങും. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥിതി വന്നിട്ട് വലിയ തുകകൾ ഇടാൻ പോകുമ്പോഴായിരിക്കും പെട്ടെന്നൊരു ദിവസം ഇവരൊക്കെ മുങ്ങുന്നത്. അപ്പോൾ പലർക്കും ഇതുപോലെ വലിയ തുകകൾ തന്നെ പോകാറുണ്ട്. അപ്പോൾ അത് പോയി കഴിഞ്ഞിട്ട് കരയുന്നതിനേക്കാളും ഭേദം വന്നിട്ട് അത് പോകാതെ നോക്കാനുള്ള നടപടികൾ എടുക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ഇൻ്റർനെറ്റും നെറ്റ് ബാങ്കിങ്ങും ഒക്കെ വ്യാപകമായതോടെ ഒരു മൊബൈൽ ഫോണും ഒരു നെറ്റ് കണക്ഷനും ഒരു ബാങ്ക് അക്കൗണ്ടും ഉണ്ടെങ്കിൽ ഇതുപോലെ ഓൺലൈനിൽ ലക്ഷങ്ങൾ സമ്പാദിക്കാമെന്നുള്ള വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞിട്ട് ധാരാളം ഇതുപോലത്തെ പറ്റിപ്പ് പരിപാടികളുമായിട്ട് പലരും രംഗത്ത് വന്നിട്ടുണ്ട്. മണി ചെയിന്, പിന്നെ ഗാംബിളിങ്, ഗെയിം, ഇതുപോലെ തന്നെ നെറ്റിൽ ഒരുപാട് പേരുകളൊന്നും എടുത്ത് പറയുന്നില്ലെങ്കിലും നെറ്റ് മുഴുവൻ ഇത് ധാരാളം വ്യാപകമായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ പണത്തിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്നവർ ആദ്യം ചെറിയ തുകയൊക്കെ ഇട്ട് നോക്കുമ്പോഴേക്കും അതിൽ നിന്നും തുടക്കത്തിൽ ഉറപ്പായിട്ടും ലാഭങ്ങൾ കിട്ടിയാൽ മാത്രമേ ആളുകൾ ഇതിൽ തുടർന്നും കണ്ടിന്യൂ ചെയ്യുള്ളൂ. അത് ഇത് ഉണ്ടാക്കുന്നവർക്ക്, ഈ ആപ്പുകളൊക്കെ ഉണ്ടാക്കുന്നവർക്ക് ഇവരുടെ ആളുകളുടെ മനഃശാസ്ത്രം, സൈക്കോളജി നല്ലവണ്ണം അറിയാം. കാരണം പതുക്കെ ഇവരെ ഇതിൽ കുരുക്കി പിന്നെ വലിയ എമൗണ്ടുകളൊക്കെ ആകുമ്പോഴേക്കും ആളുകൾ പല രീതിയിലും ഇപ്പോൾ ആഭരണങ്ങൾ പണയം വെച്ചിട്ടാലും ബാങ്കിൽ നിന്നൊക്കെ കടം, അടുത്ത ആളുകളുടെ സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്നൊക്കെ കടം വാങ്ങിയിട്ടൊക്കെ പതുക്കെ ഇതൊരു അവർക്കൊരു ഒബ്സഷനായിട്ട് മാറും. അപ്പോൾ ഇതുപോലെ ഒരുപാട് പണം ഇട്ടിട്ട് ഇപ്പോൾ അടുത്തിടെ തന്നെ ഒരു ആൾ, പരിചയമുള്ള ഒരാൾ ഏതാണ്ടൊരു 15-20 ലക്ഷത്തോളം രൂപ ഇതിൽ നിന്നും പോയി കിട്ടി മനസ്സൊക്കെ തകർന്ന് ഇതെന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൊരവസ്ഥയിൽ ഇരിക്കുന്നത്. അതൊന്നല്ല, ഇതുപോലെയുള്ള ഒരുപാട് പേര് നമ്മുടെ ചുറ്റിലും ഉണ്ടാകും. അപ്പോൾ എന്തായാലും ശ്രദ്ധിക്കുക. കാരണം ഇങ്ങനെ ക്വിക്കായിട്ട് കിട്ടുന്ന മണിയൊക്കെ അത് നിലനിൽക്കില്ല. അത് കൂടുതൽ കുഴപ്പങ്ങളിലോട്ട് കൊണ്ട് ചാടിക്കുകയേ ഉള്ളൂ. അപ്പോൾ ഏത് കാര്യങ്ങളിലോട്ട് പോകാനും നന്നായിട്ട് ചിന്തിച്ച് തന്നെ ഒരു തീരുമാനമെടുക്കുക. എടുത്തു ചാടി ഒരു ആവേശം കൊണ്ട് പലരും ഇതുപോലെയൊക്കെ കാണിച്ചിട്ട് അവരുടെ മൊബൈലിലൊക്കെ ലക്ഷങ്ങൾ കിട്ടിയെന്നൊക്കെയുള്ള സ്ക്രീൻഷോട്ട് കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോഴേക്കും എല്ലാവരും അത് കണ്ട് മോഹിച്ച് വലയിൽ വീഴുന്ന പതിവാണ്. ഇത് വലയിൽ വീഴാത്ത ആൾക്കാർ, പിടിച്ചു നിൽക്കുന്നവർ വളരെ കുറവാണ് സമൂഹത്തിൽ. കാരണം ഇന്ന് ഉള്ള സാമ്പത്തിക ബുദ്ധിമുട്ട്, പ്രതിസന്ധികളും ഒക്കെ നേരിടുന്ന ധാരാളം കുടുംബങ്ങളും ആൾക്കാരും നമ്മൾക്ക് ചുറ്റിലുമുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ അവർക്ക് കൂടി ഒരു ബോധവൽക്കരണം ആകട്ടെ എന്ന് കരുതി ഒരു സമൂഹ നന്മയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അല്ലാതെ ഇത് പ്രത്യേകമായിട്ടും ആരെയും കുറ്റപ്പെടുത്തുകയോ ഒരു മോശം പറയുകയോ എന്ന് ഉദ്ദേശിച്ചിട്ടല്ല.
ഇതുപോലെയുള്ള പ്രശ്നങ്ങളിൽ ആരും ചെന്ന് ചാടാതിരിക്കരുത് എന്നുകൂടി മനസ്സിലാക്കി തരുവാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകം വ്യക്തിപരമായിട്ട് എനിക്ക് ആരോടും ഇല്ല, ഒരു ചാനലുകാരോടും യാതൊരു ഇതുമില്ല. ഞാൻ അതൊന്നും സൈഡിലോട്ട് പോകാറുമില്ല. പൊതുജനത്തിന് ഇങ്ങനെ ഓരോരോ, കാരണം എനിക്ക് തന്നെ പരിചയമുള്ള ഒരുപാട് പേര് ഈ ജോലി ചെയ്യുന്ന വർക്കിംഗ് ക്ലാസ് ആയാലും ഒരുപാട് പേര് ഇതുപോലെയുള്ള അബദ്ധങ്ങളിലൊക്കെ ചെന്ന് ചാടിയിട്ട് പിന്നീട് വന്ന് ചോദിക്കാറുണ്ട്, ഇങ്ങനെ പണമൊക്കെ കുരുങ്ങിപ്പോയി, കൈവിട്ട് പോയി, മൊത്തം പ്രശ്നത്തിലാണ്, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ അവർക്കും കൂടെ ചേർത്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള സമൂഹ നന്മയ്ക്കും പ്രധാനപ്പെട്ട ടോപ്പിക്സുമായിട്ടുള്ള വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം.